തൃശയ്ക്കെതിരായ സ്ത്രീവിരുദ്ധ പരാമർശത്തിന് പിന്നാലെ അറസ്റ്റിലായ തമിഴ്നാട് പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിനെ കോടതി ഉത്തരവനുസരിച്ച് ചോദ്യം ചെയ്ത് വിട്ടയച്ചു. തമിഴ്നാട്ടിലാകെ DMK പ്രവർത്തകർ കനത്ത പ്രതിഷേധം നടത്തുന്നതിനിടയിലാണ് ഉദയനിധി സ്റ്റാലിനെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചത്. ഉദയനിധിയെ ചോദ്യം ചെയ്ത സെങ്കിപ്പെട്ടി പോലീസ് സ്റ്റേഷന് മുന്നിലടക്കം പ്രവർത്തകർ തടിച്ചുകൂടിയത് മണിക്കൂറുകളോളം സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. മണിക്കൂറുകളോളം ചോദ്യം ചെയ്ത ശേഷമാണ് ഉദയനിധിയെ പോലീസ് വിട്ടയച്ചത്. ഗൗരവമുള്ള വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നതെന്ന് പോലീസ് വിട്ടയച്ചതിന് ശേഷം ഉദയനിധി ആരോപിച്ചു. തീവ്രവാദിയെ കൈകാര്യം ചെയ്യുന്നത് പോലെയാണ് തന്നെ പോലീസ് കൊണ്ടുപോയതെന്നും ഉദയനിധി കുറ്റപ്പെടുത്തി. நான் பேசாத ஒரு விஷயத்தை கட் காப்பி பேஸ்ட் பண்ணி சில விஷயங்களை ஆட் பண்ணி நான் யாரையும் தவறாக பேசவில்லை. முழுக்க முழுக்க விவசாயிகளுக்காக தான் பேசினேன். கைது செய்யப்படும் போது நான் பத்திரிகையாளரை கேட்கும்போது சொன்னேன், இதை எப்படி பாக்குறீங்க அந்த கைது அப்படின்னு. நான் சொன்னேன், ரொம்ப நகைச்சுவா பாக்குறேன், இது ஒரு காமெடியா பாக்குறேன். நான் பேசாத ஒரு விஷயத்த பேசினதா கதை விட்டு என்னை கைது செய்ய பாக்குறாங்க, என்னை முடக்க பாக்குறாங்க, என்னை மிரட்ட பாக்குறாங்க. இதுக்கெல்லாம் பயப்படக்கூடிய ஆள் நான் கிடையாது. நான் கலைஞர் பேரன், முத்துவேல் கருணாநிதி ஸ்டாலினுடைய பையன், திராவிட முன்னேற்ற கழகத்துடைய உடன்பிறப்புல ஒருத்தர் நான் இதுக்கெல்லாம் பயப்பட மாட்டோம். KB ശ്രീധരൻ വിവരങ്ങളുമായി ചേരുകയാണ്. ശ്രീധരൻ, പറഞ്ഞത് കടുത്തുപോയി എന്നതിൽ തർക്കമില്ല. ചെയ്തതും തന്നോട് ചെയ്തതും അതുപോലെ തന്നെ കടുത്തു എന്നുള്ളതാണ് ഉദയനിധി പറയുന്നത്. തീർച്ചയായിട്ടും ഈ മോചിതനായതിനു ശേഷം അല്ലെങ്കിൽ ചോദ്യം ചെയ്യലിന് ശേഷം വിട്ടയച്ചതിന് ശേഷം ഉദയനിധി സ്റ്റാലിൻ നടത്തിയ പ്രതികരണമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഒരു തീവ്രവാദിയൊക്കെ കൊണ്ടുപോകുന്ന പോലെ തന്നെ ചെന്നൈയിൽ നിന്ന് തഞ്ചാവൂരിലേക്ക് പോലീസ് കൊണ്ടുപോയി പറയാത്ത കാര്യത്തിലാണ് തനിക്കെതിരെ കേസെടുത്തതെന്നാണ് ഉദയനിധി പറയുന്നത്. ഏതായാലും അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എത്രത്തോളം സ്ത്രീവിരുദ്ധമായിട്ടുള്ള, അതായത് ആരുടെയും പേരെടുത്ത് പറഞ്ഞില്ലെങ്കിൽ പോലും ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് കൃത്യമായിട്ട് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന തരത്തിൽ ആണ് അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം ഈ കഴിഞ്ഞ ദിവസം തഞ്ചാവൂരിൽ വെച്ച് നടത്തിയത്, അല്ലെങ്കിൽ ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത്. സ്ത്രീത്വത്തെ തീർച്ചയായിട്ടും അപമാനിക്കുന്ന തരത്തിൽ, അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണ് നടി തൃഷയ്ക്കെതിരെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രി വിജയ്ക്കെതിരെയും ഉദയനിധി നടത്തിയതെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതിൽ വിജയുടെ പേരെടുത്ത് പറയുന്നുണ്ട്, എന്നാൽ നടിയുടെ പേര് എടുത്ത് പറയുന്നുമില്ല. ഈ സദസ്സിൽ നിന്ന് ആളുകൾ നടിയുടെ പേര് പറയുമ്പോഴാണ് ഇത്തരത്തിൽ വളരെ മോശമായിട്ടുള്ള ഒരു പരാമർശം ഉദയനിധിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത്. ഏതായാലും വലിയ പ്രതിഷേധങ്ങൾ DMK പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി. വൈകിട്ട് 6:30 കൂടിയാണ് ഈ സെങ്കൽപട്ടി സ്റ്റേഷനിലേക്ക് ഈ ഉദയനിധി സ്റ്റാലിനെ എത്തിച്ചത്. അപ്പോൾ തന്നെ നൂറുകണക്കിന് പ്രവർത്തകർ, DMK പ്രവർത്തകർ അവിടെ എത്തിയിരുന്നു. ആദ്യം തഞ്ചാവൂർ ഈസ്റ്റ് സ്റ്റേഷനിലേക്കാണ് കൊണ്ടുവരിക എന്ന് അറിയിച്ചിരുന്നെങ്കിൽ പിന്നീട് സുരക്ഷ മുൻനിർത്തിയാണ് സെങ്കൽപട്ടിയിലേക്ക് കൊണ്ടുപോയത്. ഏതായാലും ആദ്യം അവിടെ ഇറങ്ങാൻ ഉദയനിധി വിസമ്മതിച്ചു. നേരെ തഞ്ചാവൂരിലേക്ക് കൊണ്ടുപോകണം എന്നൊക്കെ അദ്ദേഹം ആവശ്യപ്പെട്ടു. പക്ഷേ പിന്നീട് ഏറെ നേരത്തെ ചർച്ചകൾക്കൊടുവിലാണ് സെങ്കൽപട്ടി സ്റ്റേഷനിലേക്ക് ഇറങ്ങാൻ അദ്ദേഹം തയ്യാറായത്. 1.5 മണിക്കൂറോളം ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്ത ശേഷം പുറത്തേക്ക് വരുമ്പോൾ ആരവങ്ങളോട് കൂടിയാണ് ഉദയനിധിയെ ജനങ്ങൾ, അല്ലെങ്കിൽ പ്രവർത്തകർ വരവേറ്റത്. ഏതായാലും തീർത്തും സ്ത്രീവിരുദ്ധമായിട്ടുള്ള, അധിക്ഷേപകരമായിട്ടുള്ള ഒരു പരാമർശം നടത്തിയതിന് പുറത്തു വന്ന ഒരു നേതാവിനെ ജനങ്ങൾ സ്വീകരിക്കുന്ന വിവരങ്ങൾ നൽകിയത്. തീർത്തും സ്ത്രീവിരുദ്ധം, അതുതന്നെയാണ്, തീർത്തും സ്ത്രീവിരുദ്ധമായിട്ടുള്ള പരാമർശം, ദ്വയാർത്ഥം കലർന്ന പരാമർശം നടത്തുന്നു. അതിന് പിന്നാലെയാണ് ഈ അറസ്റ്റും ഈ തരത്തിലുള്ള സംഭവ വികാസങ്ങളൊക്കെയും തമിഴ്നാട്ടിൽ ഉണ്ടായത്.